നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം ചെയ്യാം. ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ഇതുവരെ പലതവണ എക്സ്പ്ലെയിൻ ചെയ്ത ആ പ്രോബ്ലം തന്നെയാണ് ഇവിടെ ഇൻട്രൊഡക്ഷൻ പ്രോബ്ലമായിട്ടും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിലെ ക്വസ്റ്റ്യൻ വായിക്കുന്ന ഓരോ ഫാക്ട്സും താഴെ എന്ത് ചെയ്യാം, എഴുതാം. ടാറ്റ ലിമിറ്റഡ് ഗ്രാൻഡഡ് 60 സ്റ്റോക്ക് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഓപ്ഷൻ ഗിവൺ ടു എംപ്ലോയി എത്രയാണ്? 60. ഈ ഡേറ്റിന് നമ്മൾ പറയുന്നത് എന്താണ്? ഡേറ്റ് ഓഫ് ഗ്രാൻഡ്, ഡേറ്റ് ഓഫ് ഓപ്ഷൻ ഗ്രാൻഡഡ്. 80 പെർ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സൈസ് പ്രൈസ്. നമ്പർ ഓഫ് എംപ്ലോയീസ് എത്രയാണ്? 300. വെസ്റ്റിംഗ് പീരീഡ് എത്രയാണ്? 3 ഇയേഴ്സ്. ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ് എത്രയാണ്? ഏതാണ്? 31 മാർച്ച് 2016. വെസ്റ്റിംഗ് പീരീഡ് 3 ഇയേഴ്സ്. പിന്നെ മാക്സിമം എക്സൈസ് പീരീഡ് ഈസ് 1 ഇയർ. മാർക്കറ്റിൽ പ്രൈസ് എത്രയാണ്? 200. പിന്നെ ഓൾ ഓപ്ഷൻ എക്സൈസ് ചെയ്തുള്ള ഡേറ്റ് എന്താ? 30/6/2016. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ് 31/3/2016. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഗ്യാപ്പ് ഉണ്ട്. ഒരു വർഷം എന്ന് പറയുമ്പോൾ 31/3/2017 വരെ നമുക്ക് എന്തുണ്ട്? ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് അവരെന്ത് ചെയ്തുള്ള ഓപ്ഷൻ എക്സൈസ് ചെയ്തുള്ളത്. കുഴപ്പമൊന്നുമില്ല. ജേണൽ എൻട്രി പാസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഫേസ് വാല്യൂ ഇത്രയെന്ന് പറയുന്നുണ്ട്, 10 രൂപയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇയർ എൻഡിങ്ങിൻ്റെ ഡേറ്റ് പ്രത്യേകം തന്നിട്ടുണ്ട്, 31 മാർച്ച്. ഓക്കെ, എവറി ഇയർ. അപ്പോൾ ഇല്ല, ആ കൺഫ്യൂഷനും ഒഴിവായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഫാക്ട്സുകൾ. അതെടുത്ത് എഴുതി വൃത്തിയായിട്ട്. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ആദ്യം എഴുതിയതിന് ശേഷം മാത്രം അടുത്ത പോർഷൻ എന്ത് ചെയ്യുക? കാണാൻ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇവിടെ ഫാക്ട്സുകൾ ഒന്നുകൂടെ എടുത്ത് എഴുതി നമുക്ക് ഓരോ ഭാഗത്തേക്ക് പോകാം. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ICAIയുടെ ഗൈഡൻസ് നോട്ട് പ്രകാരം ദ വാല്യൂ ഓഫ് ഓപ്ഷൻ ഷാൾ ബി അമോർട്ടൈസ്ഡ് ഓവർ ദ വെസ്റ്റിംഗ് പീരീഡ്. ഓക്കെ, വാല്യൂ ഓഫ് പെർ ഓപ്ഷൻ നമ്മൾ നേരത്തെ ഇതിൻ്റെ 120 ഒക്കെ കണ്ടെത്തിയതാണ്. ഇവിടെ ഈസിയാവും നിങ്ങൾക്ക്. 120 മാത്രമല്ല, 60 ഷെയർ വെച്ച് എത്ര ഉണ്ട്? 300 എംപ്ലോയീസിനുണ്ട്. അങ്ങനെ 21,60,000 ആണ്. ഈ അമോർട്ടൈസ്ഡ് മീൻസ് ചാർജിങ് ടു P&L അക്കൗണ്ട് ഓവർ വെസ്റ്റിംഗ് പീരീഡ് ആണ്. അപ്പോൾ ഈ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്? 3 വർഷമായിട്ട് P&L അക്കൗണ്ടിലേക്ക് എടുക്കുകയാണ്. ഇതിൻ്റെ മീനിങ് എമൗണ്ട് ഓർ എക്സ്പെൻസ് ടു ബി റെക്കഗ്നൈസ്ഡ് ഈച്ച് ഇയർ. ഓരോ വർഷവും നമ്മൾ എക്സ്പെൻസ് ആയിട്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, 3 വർഷം ഇയർ എൻഡാണ് വരുന്നത്. നമ്മൾ ഓപ്ഷൻ ഗ്രാൻഡ് ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ട് ഓരോ വർഷവും ഇയർ എൻഡ് 31 മാർച്ച് 2014 വരും. അപ്പോൾ 7,20,000. അടുത്ത് 31 മാർച്ച് 2015 വരും, 7,20,000. 31 മാർച്ച് 2016 എത്രയാണ്? 7,20,000. ഓക്കെ, ഇതിൻ്റെ എൻട്രി നമുക്ക് അറിയാം. ഇവിടെ ഓപ്ഷൻ്റെ ഫസ്റ്റ് എൻട്രി വരുന്നത് ഓരോ വർഷവും ഈ 3 വർഷവും നമുക്ക് ഈ 2 എൻട്രി വീതം വരും. എൻട്രി എന്താവും എന്ന് ഓർത്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക്. എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ESOP ഔട്ട്സ്റ്റാൻഡിങ്. അടുത്ത P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസ്. ഈ 2 എൻട്രികളും 2014, 2015, 2016 എഴുതണം. ഒപ്പം എന്നാണോ നമ്മൾ എക്സൈസ് ചെയ്യുന്നത്, എന്നാ 30/6/2016 അന്ന് എക്സൈസ് ചെയ്യുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, അതുപോലെ ESOP ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. 3 എൻട്രി എഴുതിയാൽ ഈ പ്രോബ്ലം കഴിഞ്ഞു. നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോവാം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്, അല്ലെങ്കിൽ നോട്ടിൽ ഇത് എഴുതിയതിന് ശേഷം മാത്രം അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നോക്കൂ. നമുക്കറിയാം, ഫസ്റ്റിലെ ഡേറ്റ് എന്നാ വരുന്നത്? ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ടാറ്റ ലിമിറ്റഡ് ആസ് യൂഷ്വൽ 31 മാർച്ച് 2015 എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ 7,20,000 ടു ESOP ഔട്ട്സ്റ്റാൻഡിങ്. നരേഷൻ എഴുതാൻ മറക്കരുത്. ബീയിങ് റെക്കഗ്നൈസ് ദ കോമ്പൻസേഷൻ എക്സ്പെൻസ്. അടുത്ത സെയിം ഡേറ്റിൽ തന്നെ P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്ന P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. ഓക്കെ, ബീയിങ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ട്രാൻസ്ഫർ ടു P&L അക്കൗണ്ട്. ഇതേപോലെ തന്നെ 2015 ഇതേ എൻട്രികൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, 2016 എന്ത് ചെയ്യുക? ഇതേ എൻട്രി തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ എംപ്ലോയീസ് ESOP ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ടാവും നോക്കൂ.
2014 ESOPയിലേക്ക് എത്ര വന്നു? 7,20,000. അതേപോലെ തന്നെ 2015 ESOPയിലേക്ക് 7,20,000. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് 2016 എത്രയാണ്? 7,20,000. ഇത് ടോട്ടൽ ചെയ്താൽ 21,60,000 വരും. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതുന്നു. മറ്റൊന്നുമല്ല, നമുക്കിനി അടുത്ത എൻട്രി എഴുതാനുള്ളത് ഓൾ ഓപ്ഷൻ വേർ എക്സൈസഡ് എന്ന 30/6/2016. അപ്പോൾ ആ ഡേറ്റ് എഴുതുന്നു, എന്നിട്ട് എൻട്രി എഴുതുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര രൂപ ക്യാഷ് ആയിട്ട് ബാങ്കിലേക്ക് വന്നിട്ടുണ്ടാവും? 60 ഓപ്ഷൻ, 300 എംപ്ലോയീസ്. അപ്പോൾ 60 × 300 ഇൻറ്റു എത്ര രൂപയെ വരുന്നുള്ളൂ? 200 രൂപ മാർക്കറ്റിൽ വാല്യൂ ഉണ്ടെങ്കിലും 200 തരുന്നുണ്ടോ? ഇല്ല, 80 രൂപ വെച്ചേ അടക്കുന്നുള്ളൂ ഒരാൾ. ഓക്കെ, യെസ്. 300 × 60 × 80. അപ്പോൾ എത്ര വരുന്നുണ്ട്? 14,40,000. അടുത്തത് നമ്മൾ ഓൾറെഡി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നേരത്തെ പറഞ്ഞു 21,60,60,000 ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓർക്കുണ്ടാവും. ഒന്നുകൂടെ എൻട്രി പറയാം. എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ്, ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ്, ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് 3 തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, എമൗണ്ട് 21,60,000. ഇനി ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നിങ്ങൾക്കൊക്കെ എപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും എക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഏതേ എഴുതുള്ളൂ? ഫേസ് വാല്യൂവിലെ എഴുതുള്ളൂ. അപ്പോൾ എത്രയാ? 60 സ്റ്റോക്ക്, 300 എംപ്ലോയീസ്, 10 രൂപ വെച്ച് 1,80,000. ബാലൻസ് ഷീറ്റിലെ ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ഹെഡിങ്ങിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് എത്ര കാണിക്കുള്ളൂ? 1,80,000 ആവും. ബാലൻസിങ് ഫിഗർ സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് പോകുന്നു എന്ന് പറയാം, വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പറയേണ്ടത് സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റിൽ 200 രൂപയ്ക്ക് വിൽക്കുന്ന മാർക്കറ്റിലെ പ്രൈസ് 200, അതുപോലെ തന്നെ ഫേസ് വാല്യൂ 10. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് സെക്യൂരിറ്റി പ്രീമിയം. എത്ര വരും? 190 വരും. അപ്പോൾ 300 × 60 × 190 നിങ്ങൾ അടിച്ചാലും എത്ര തന്നെ വരുന്നുണ്ടാവും? 34,20,000 തന്നെ വരുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ? അപ്പോൾ എൻട്രി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഇതാണ് എൻട്രി. ഓക്കെ, ബീങ് ഓപ്ഷൻ എക്സൈസ്ഡ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ വയ്ക്കാം. 200 എംപ്ലോയീസ് വേർ എക്സൈസ്ഡ് ഓപ്ഷൻ. അത്രേ ഉള്ളൂ. തൊട്ട് മുന്നേ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്? ഓൾ എംപ്ലോയീസ് വേർ എക്സൈസ്ഡ് ഓപ്ഷൻ ഓൺ 30/6/2016. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ സ്ലൈറ്റ് ഡിഫറൻസ് 200 എംപ്ലോയീസ് ഉള്ളെങ്കിലോ? ഓക്കെ, അപ്പോൾ എൻട്രി നിങ്ങൾ ശ്രദ്ധിക്കണം. ബാങ്കിലേക്ക് 300 ഇൻറ്റു വരില്ല, എത്ര വരുള്ളൂ? 200 × 60 × 80 വരുള്ളൂ. ക്ലിയർ? 9,60,000. ESOP ഔട്ട്സ്റ്റാൻഡിങ് നമ്മുടെ കയ്യിൽ 21,60,60,000 എങ്ങനെ വന്നത്? 300 × 60 × 80. പക്ഷെ ഇവിടെ അത്ര വരില്ല, സോറി, 300 × 60 × എത്ര വന്നത്? 120 ആണ്. ശരിക്കും ESOP ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് എത്രയാ? 300 × 60 × 120. അപ്പോൾ 21,60,60,000 വരും. പക്ഷെ നമുക്കിവിടെ 100 ഷെയറിൻ്റെ ലാപ്സ് ആവുന്നത് കൊണ്ട് ആ എമൗണ്ട് ESOP ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്നും നമ്മൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര ഈ ESOP ഇവിടെ എത്ര അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ? 200 എംപ്ലോയീസിൻ്റെ മാത്രം. അപ്പോൾ എത്ര വരുന്നുണ്ട്? 40,40,000. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എത്രയാ? 200 × 60 × 10. അതേപോലെ തന്നെ പ്രീമിയവും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പ്രീമിയം വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ലോജിക്കിലും വെക്കാം. ബാലൻസ് ഫിഗർ ആയിട്ട് പ്രീമിയം എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് പക്ക ലോജിക്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഒരു എമൗണ്ട് ഉണ്ട്. 21,60,60,000 ESOP ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എടുത്തു. 21,60,60,000 14,40,000 എടുത്തുള്ളൂ. ബാലൻസ് വരുന്ന എമൗണ്ട് 7,20,000 എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ റിസർവിലേക്ക്. ബീങ് ക്യാൻസൽ ദ ഫെയർ വാല്യൂ ഓപ്ഷൻ ലാപ്സ്ഡ്. ഓക്കെ, ക്ലിയർ? ഇനി ഇതിന് വേറെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം. എങ്ങനെ?
ഈ ESOP എടുത്തത് 200 പേരാണ് ഓപ്ഷൻ എക്സൈസ് ചെയ്ത്. അപ്പോൾ എക്സൈസ് ചെയ്യാത്ത ആളുകൾ എത്ര ഉണ്ടാവും? 100. അപ്പോൾ 100 × 60 × 120 അടിച്ചാലും നിങ്ങൾക്ക് എത്ര കിട്ടും? 7,20,000 കിട്ടും. ഓക്കെ, കാൽക്കുലേഷൻ ഒന്നുകൂടെ പറയാം. 100 × 60 × 120. ഇവിടെ 200 × 60 × 120യുടെ അവിടെ 100 ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ എമൗണ്ട് കിട്ടും. കാരണം 100 ആളുകൾ എന്ത് ചെയ്തിട്ടില്ല? ഓപ്ഷൻ എക്സൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വെറുതെ ഒരു റിസർവ് പോലെ ESOP ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്? ഒരു റിസർവാണ്. കാരണം അത് എവിടെ കാണിക്കുന്ന? റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിൽ കാണിക്കുന്നതാണ്. പക്ഷെ ജനറൽ റിസർവിലല്ല കിടക്കുന്നത്, വേറൊരു അക്കൗണ്ട് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട? അത് അങ്ങനെ ഒരു റിസർവായിട്ട് ഇവിടെ വെക്കണ്ട. അത് ദാറ്റ് മീൻസ് ESOP ഔട്ട്സ്റ്റാൻഡിങ് എന്ന ഒരു അക്കൗണ്ടിൽ അത് നമ്മൾ കരുതി വെക്കണ്ട. അതിനി എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ജനറൽ റിസർവിലേക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത ഒരു നോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. താഴെ out of 300 employees only 200 employees exercise the option, means 100 employees lapse their option. Amount equal to such a number of employee lapse their option already credited to ESOP outstanding account. അഥവാ ഈ 100 എംപ്ലോയീസിൻ്റെ ഓൾറെഡി ESOPയിൽ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ടിന് ക്രെഡിറ്റ് ചെയ്ത ഈക്വൽ എമൗണ്ട് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ജനറൽ റിസർവിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ആ എമൗണ്ടാണ് ഈ എമൗണ്ട് പറയുന്നത്. ഈ കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു നോട്ടാണ്. നോട്ടായിട്ട് എഴുതി വെക്കാം. ക്ലിയർ? ലാസ്റ്റ് 100 എംപ്ലോയീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ വരിക. ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് എത്രയാവും? ഇവിടെ ESOP ഔട്ട്സ്റ്റാൻഡിങ് 100 × 60 × 120, അതാണ് 7,20,000. ഇവിടെ എങ്ങനെയാണ് ഇത് വന്നത്? ഒന്നുമില്ല, 200 × 60 × 120 ആണ് ഈ എമൗണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ സാധനം ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? കൃത്യമായി എഴുതിയതിന് ശേഷം മാത്രം സൊല്യൂഷൻ്റെ പാർട്ടിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യുക? യൂസ്ഫുൾ ആവുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കണക്ഷൻ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായി വരും. ഓക്കെ, താഴെ ഇനി നമുക്ക് ESOP കുറേ നേരമായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്. 2018 ടാറ്റ മോട്ടോഴ്സ് എന്ത് ചെയ്യാണ്? അവരുടെ എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്ത ESOPയുടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തു എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മതി. വെസ്റ്റിംഗ് റിക്വയർമെൻറ്റ്, ഡേറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ August 3, 2018. ടോട്ടൽ നമ്പർ ഓഫ് ഓപ്ഷൻ അപ്രൂവ്ഡ് അണ്ടർ ദ സ്കീം 1,38,00,000. ഓക്കെ, വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. 1,38,00,000 ഓൺലി. വെസ്റ്റിംഗ് റിക്വയർമെൻറ്റ്, എക്സൈസ് പ്രൈസ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓപ്ഷൻ ഹാവ് ബീൻ ഗ്രാൻഡഡ് അറ്റ് എക്സൈസ് പ്രൈസ്. ക്ലിയർ? ഇനി മാക്സിമം ടേംസ് ഓഫ് ഓപ്ഷൻ ഗ്രാൻഡഡ്, അങ്ങനെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്നിപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതല്ല, ജസ്റ്റ് പറഞ്ഞാണ്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല, പ്രാക്ടിക്കലി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം തോന്നി. എംപ്ലോയീസ് വൈസ് ഡീറ്റെയിൽസ് ഓഫ് ഓപ്ഷൻ ഗ്രാൻഡഡ്. ഇവിടെ കുറേ എല്ലാ എംപ്ലോയീസിനൊന്നും എന്ത് ചെയ്തില്ല? ഓപ്ഷൻ കൊടുത്തില്ല. സീനിയർ മാനേജർ പേഴ്സണലാണ്. ഓരോ ഡെസിഗ്നേഷൻ നോക്കിയാൽ മതി. ഗിരീഷ് പ്രസിഡൻ്റാണ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ബിസിനസ് യൂണിറ്റ്. അയാളുടെ നമ്പർ ഓഫ് ഓപ്ഷൻ ഗ്രാൻഡ് ചെയ്തുള്ളത് 2,28,600. അയാളുടെ എക്സൈസ് പ്രൈസ് 345. എക്സൈസ് പ്രൈസിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ഓരോരുത്തരുടെ ആ പൊസിഷൻ അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ കമ്പനി സെക്രട്ടറി അയാൾക്ക് 28,500 പ്രസിഡൻറ്റ്, അങ്ങനെ ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ, അങ്ങനെ കുറേ ആളുകൾ. ഓക്കെ, അവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലം 1. ഓൾ ഓപ്ഷൻസ് എക്സൈസ്ഡ്. നമ്മുടെ എല്ലാ ഓപ്ഷനും എന്ത് ചെയ്തിട്ടുണ്ട്? എക്സൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. എസ് ലിമിറ്റഡ് ഗ്രാൻഡ് 1,000 ഓപ്ഷൻ ടു ഇറ്റ്സ് എംപ്ലോയീസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഓക്കെ, എന്നിട്ട് ഫാക്ട്സുകൾ എഴുതുക. ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതുന്ന താഴെ പെട്ടെന്ന് എഴുതിപ്പോവാം. നമ്പർ ഓഫ് ഓപ്ഷൻ ടു എംപ്ലോയി 1,000 ആണ്. പിന്നെ ഓപ്ഷൻ എക്സൈസ് പ്രൈസ് പറയുന്നത് 60 ആണ്. അതുപോലെ ഡേറ്റ് ഓഫ് ഗ്രാൻഡിങ് ദ ഓപ്ഷൻ എന്ന 1/4/2011 ആണ്. വെസ്റ്റിംഗ് പീരീഡ് എന്താ പറയുന്നത്? 2.5 years ആണ്. 2.5 വർഷം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 2.5 വർഷം പിടിച്ചാൽ, ഒരു വർഷമാണെങ്കിൽ 2012 മാർച്ചായി, സെക്കൻഡ് ഇയർ 2013 മാർച്ചായി,
പിന്നെ മാർച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് 6 മാസം, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, അഥവാ 2013 സെപ്റ്റംബറിലാണ് വെസ്റ്റിംഗ് പീരീഡ് എന്ത് ചെയ്യുക എത്തുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 1 വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഇത് എക്സൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. ഓൾ ദ ഓപ്ഷൻ വേർ എക്സൈസ്ഡ് എന്നാ പിന്നെ 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ എക്സൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ നിർത്തിയത്. മാക്സിമം പീരീഡ് എന്താണ്, 1 ഇയർ ആണ്. ഓക്കെ, അഥവാ നമ്മുടെ ഈ 2.5 ഇത് മുതൽ അങ്ങോട്ട് 2.5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, എക്സൈസ് ചെയ്യണം എന്ന് പറയുന്നത്. അത് കറക്റ്റ് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തെന്ന് മാത്രം. എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ് പറയുന്നത്, 90. ആ ദിവസം എക്സൈസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസ് 90 ആവുമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെസ്റ്റിംഗ് പീരീഡ് എഴുതി, എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ് എഴുതി, ഫേസ് വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, ടൺ എടുത്ത് എഴുതി, ആക്ച്വൽ ഡേറ്റ് ഓഫ് എക്സൈസിൻ്റെ ഡേറ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, എഴുതി. ഇനി ബി പറയുന്നുണ്ട്, ഈ 1000-ൽ ഓൾ ഓപ്ഷൻ വേർ എക്സൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ 1000 എക്സൈസ് ചെയ്തു എന്നുള്ളതാണ്. ബി പറയുന്നത് 800 മാത്രം എക്സൈസ് ചെയ്തെന്ന് പറയുമ്പോൾ 200 ഓപ്ഷൻ എന്താണ്, ലാപ്സ് ആണ്. ലാപ്സ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു എൻട്രി എഴുതും. ലാപ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ESOP ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എൻട്രി എഴുതുന്നുണ്ട്. ഓക്കെ, നമുക്ക് എൻട്രീസൊക്കെ എന്ത് ചെയ്യാം, 1 by 1 ആയി നോക്കാം. യെസ്, ജേണലിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇതിന് മുൻപ് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ വേണ്ടേ. ഓക്കെ, ഇവിടുത്തെ കാൽക്കുലേഷൻ നോക്കൂ. 1000 എംപ്ലോയീസ്, ഓക്കെ, നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു ഒരു എംപ്ലോയി എത്ര വെച്ചിട്ടാണ് എടുക്കുന്നത്, നമ്മുടെ വാല്യൂ ഓഫ് ഓപ്ഷൻ നമ്മൾ സാധാരണ പറയാറില്ലേ, എക്സ്പെൻസ് ഓർ എമൗണ്ട് ടു ബി അമോർട്ടൈസ്ഡ്. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ICAയുടെ ഗൈഡൻസ് പ്രകാരം the value of option should be amortized to P&L account over the vesting period. ഓക്കെ, അതപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നു. വാല്യൂ ഓഫ് ഓപ്ഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എംപ്ലോയി ഇൻറ്റു നമ്പർ ഓഫ് ഓപ്ഷൻ ഇൻറ്റു വാല്യൂ ഓഫ് ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റിൽ നോക്കാം. നമ്പർ ഓഫ് എംപ്ലോയി, ഇവിടെ ഈ ക്വസ്റ്റിൽ നമ്പർ ഓഫ് എംപ്ലോയി എന്ന് പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ല. വാല്യൂ ഓഫ് ഓപ്ഷൻ എത്ര തന്നിട്ടുണ്ട്, 1000 തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ഓപ്ഷൻ നമ്പർ ഓഫ് ഓപ്ഷൻ എത്രയുണ്ട്, 1000 ഉണ്ട്. വാല്യൂ ഓഫ് ഓപ്ഷൻ എത്രയാണ്, 30. വാല്യൂ ഓഫ് ഓപ്ഷൻ കാണുമെന്ന് പറഞ്ഞാൽ എന്താ, മാർക്കറ്റ് പ്രൈസ് 90 ആണ്, എക്സൈസ് പ്രൈസ് എത്രയാണ്, 60 ആണ്. അപ്പോൾ 90 മൈനസ് 60 ആണ് നമ്മുടെ എന്ത് പ്രൈസ് വരുന്നത്, വാല്യൂ ഓഫ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എമൗണ്ട് 30,000 വരും. ഈ 30,000 നമുക്ക് ഓരോ വർഷവും എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം, അല്ലെങ്കിൽ ചാർജ് ടു P&L അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത്, ഡിവൈഡഡ് ബൈ 2.5 വെച്ചിട്ട് ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരുന്ന എമൗണ്ട് 12,000 ആവും. കുഴപ്പമില്ലല്ലോ, 30,000 ഡിവൈഡ് ബൈ 2.5 ഇൻറ്റു ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയറിലും എത്ര തന്നെ എമൗണ്ട് വരും, ഈ 12,000 തന്നെ വരും. തേർഡ് ഇയർ ആകുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 30,000 ഡിവൈഡഡ് ബൈ 2.5 ഇൻറ്റു 0.5 ആണ്, കാരണം 6 മാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എത്ര എടുത്താൽ മതി, 6,000 എടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ഉണ്ടാവും, 30,000 ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2012 12,000 രൂപ, അതുപോലെ 2013 12,000 രൂപ, 2014 6,000 രൂപ നമ്മൾ എന്ത് ചെയ്യും, ജേണൽ എൻട്രി വെച്ച് എഴുതും. എന്തായിരിക്കും ജേണൽ എൻട്രി, എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയീസ് ESOP ഔട്ട്സ്റ്റാൻഡിങ്. ആ എൻട്രി, പിന്നെ അടുത്തൊരു എൻട്രി കൂടെ ഉണ്ട്, P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസ്. ഈ 2 എൻട്രികൾ 3 വർഷങ്ങളിലും 2 എൻട്രി വീതം വരും. അപ്പോൾ എത്ര എൻട്രി വരും, 6 എൻട്രി വരും. പിന്നെ നമ്മുടെ ഓപ്ഷൻ എക്സൈസ് ചെയ്യുന്ന ഒരു എൻട്രി കൂടെ വരും. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ബാക്കി ഭാഗങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ജേണലിലെ ഫോർമാറ്റ് വരച്ചു. ജേണൽ എൻട്രീസ് നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഇയറിൽ 31 മാർച്ച് 2012 നമ്മുടെ എൻട്രി എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ESOP ഔട്ട്സ്റ്റാൻഡിങ് 12,000 ആണ്. നരേഷൻ എഴുതാൻ മറക്കരുത്. അതുപോലെ സെയിം ഡേയിൽ തന്നെയാണ് അടുത്ത P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയും, P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസ്. അതുപോലെ തന്നെ 2013 ഈ സെയിം 2 എൻട്രീസ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ,
ഇനി 2040 എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസ് 6000 ഉണ്ടാവുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അതിൻ്റെ കൺസെപ്റ്റ്, കാരണം 6 മന്തിനേ ഉള്ളൂ. അതേപോലെ തന്നെ ആ 6000 P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമ്മുടെ എ എന്ന് പറയുന്നത് ഓൾ ഓപ്ഷൻസ് വേർ എക്സൈസ്. എല്ലാ ഓപ്ഷനും എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ നമുക്കറിയാം എത്ര രൂപ നമുക്ക് കിട്ടും. ബാങ്കിലേക്ക് 1000 ഷെയറിന്, ഒരു ഷെയറിന് എത്ര രൂപ വെച്ച് വരും? 60 രൂപ വെച്ചിട്ട്. അങ്ങനെ എത്ര വരും? 60,000. ഇനി നമ്മൾ ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ക്യുമുലേറ്റീവ് എമൗണ്ട് അത് നമ്മളിവിടെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. 12,000 + 12,000 + 6,000 എത്ര വരും? 30,000. ഇവിടെ ഞാനൊരു കൺസെപ്ഷ്യൽ ക്ലാരിറ്റി തരാം. ഇവിടെ ESOP ഔട്ട്സ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഈ എമൗണ്ട് ഫുള്ളായിട്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും? P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. എമൗണ്ട് ഈ പറയുന്ന ESOP ഔട്ട്സ്റ്റാൻഡിങ് 30,000 ഇവിടെ എഴുതുന്നതിന് പകരം 30,000 എഴുതും. ഇവിടെ ESOP ഔട്ട്സ്റ്റാൻഡിങ്ങിനെ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം P&L അക്കൗണ്ടിലേക്ക് ഫുൾ എമൗണ്ട് പോകേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ കൺസർവേറ്റിസം കൺസെപ്റ്റിനൊക്കെ എതിരാവും. കാരണം 2.5 വർഷങ്ങൾക്ക് മുൻപേ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഭാവിയിൽ ഇങ്ങനെ ഒരു ലോസ് വരാനുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അത് മുൻപേ എന്ത് ചെയ്യണം? ഓരോ വർഷവും പ്രപ്പോർഷനേറ്റ്ലി P&L അക്കൗണ്ടിലേക്ക് അമോർട്ടൈസ് ചെയ്ത് വരണം. ഓക്കെ, ഇത് നമ്മുടെ കൺസർവേറ്റിസം കൺസെപ്റ്റ്. ഇനി ഇത് കൺസർവേറ്റിസം കൺസെപ്റ്റ് അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ICAIയുടെ ഗൈഡൻസ് നോട്ട് പ്രകാരം അവർ പറയുന്നത് പ്രകാരം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഈ എമൗണ്ട് അമോർട്ടൈസ് ചെയ്യണം എന്നാണ്. ദ വാല്യൂ ഓഫ് ഓപ്ഷൻ should be amortized to P&L account over the vesting period. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്തത്. ഓക്കെ, ഇനി ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര ഉണ്ടാവും? 1000 ഇൻറ്റു ഫേസ് വാല്യൂ 10 ആണ്. 10,000 ബാലൻസ് എമൗണ്ട് നമുക്ക് വരുന്നത് 80,000 ആണ്. അല്ലെങ്കിൽ നമുക്ക് 1000 അതുപോലെ തന്നെ ഇൻറ്റു 80 ആണ്. 80 എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 90 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഫേസ് വാല്യൂ എത്രയാണ്? 10 ആണ്. 80യും അതുപോലെ തന്നെ 90യും 10ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് 80. ഓക്കെ, ഇതാണ് ഒരു ഓപ്ഷൻ, ഒരു കേസ്. അടുത്ത B എന്നുള്ള ഒരു കേസിൽ 800 ഓപ്ഷനെ എക്സൈസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് 800 × 60 നത്തിങ് ഗ്രേറ്റ്. അപ്പോൾ 48,000 ESOP ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ പ്രപ്പോർഷനേറ്റ്ലി എടുക്കണം. നിങ്ങൾ 30,000 ESOP ഔട്ട്സ്റ്റാൻഡിങ്ങിൽ 30,000 രൂപ ഇപ്പം ഉണ്ട് അല്ലേ? ആദ്യം 12,000 ക്രെഡിറ്റ് ചെയ്തു, പിന്നെ 12,000 ക്രെഡിറ്റ് ചെയ്തു, പിന്നെ 6,000 ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെ എത്ര വന്നു? 30,000. അന്നൊക്കെ നമ്മുടെ പ്രതീക്ഷ 1000 ഷെയറും എന്ത് ചെയ്യുന്നതാണ്? എക്സൈസ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ എന്തോ കാരണവശാൽ 800 ഷെയർ എന്ത് ചെയ്തിട്ടുള്ളൂ? എക്സൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 800ൻ്റെ നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടുള്ളൂ? കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 8,000 വരുള്ളൂ. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം 800 × 80 വരുള്ളൂ. ക്ലിയർ? ഇനി ഇവിടെ മറ്റൊരു കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ESOP ഔട്ട്സ്റ്റാൻഡിങ്ങിൽ 24,000 പോയാൽ ഇനി ബാക്കി ഒരു 6,000 രൂപ ഉണ്ട്. അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? അത് ജനറൽ റിസർവിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഈ 6,000 എങ്ങനെയെന്നുള്ളത് ചോദിച്ചാൽ മറ്റൊരു കാൽക്കുലേഷൻ വേണമെങ്കിൽ ചെയ്യാം. 30,000 ഡിവൈഡഡ് ബൈ 1000 × 200. ഇവിടെ 30,000 ഡിവൈഡഡ് ബൈ 1000 × 800 ആണ് എന്ത് ചെയ്ത് ഇവിടെ അഡ്ജസ്റ്റഡ് ആയത്. ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാത്തത് നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ഒരു നോട്ട് അവിടെ താഴെയുണ്ട്. ഒന്ന്, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ടു P&L അക്കൗണ്ട്. ഓക്കെ, അത് നമുക്കറിയുന്നതാണ്. നമ്മൾ ഈ എൻട്രി എഴുതി വരുന്നതല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസ്, അങ്ങനെ ഉദ്ദേശിച്ചത്. ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണിക്കണം? റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കാണിക്കണം. ഓക്കെ, ദെൻ ദ മാർക്കറ്റ് പ്രൈസ് 90. ക്വസ്റ്റിൽ ഈ മാർക്കറ്റ് പ്രൈസ് ഉണ്ടല്ലോ 90. ഈ 90 എന്ന് പറഞ്ഞാൽ ദ എക്സ്പെക്റ്റഡ് മാർക്കറ്റ് വാല്യൂ ഓൺ ദി ഡേറ്റ് ഓഫ് എക്സൈസ് ദ ഓപ്ഷൻ. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദി ഡേറ്റ് ഓഫ് ഗ്രാൻഡ്. അഥവാ ഗ്രാൻഡ് ചെയ്യുന്ന ആ ഡേറ്റിലാണ് എക്സൈസ് ചെയ്യുന്ന ഡേറ്റിലെ
മാർക്കറ്റ് വാല്യൂ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് എഴുതുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാൻഡ് ചെയ്യുന്ന ഡേറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഏത് ഡേറ്റിലെയാണ്? എക്സൈസ് ചെയ്യുന്ന ഡേറ്റിലെ മാർക്കറ്റ് പ്രൈസ് മുൻകൂട്ടി, അതോ 2.5 വർഷങ്ങൾക്ക് മുൻപേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2.5 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു റേറ്റ് ഉണ്ടാവും, ഇങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടാവും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി അല്ലെങ്കിൽ ടേംസ്, ഇതൊക്കെ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ചു നോക്കിയാൽ കിട്ടുന്നുണ്ടോ? Grant of the option means giving the option to employee to subscribe to the share of the company. അഥവാ ടാറ്റ കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് കൊടുക്കുന്നതിനെ എന്ത് പറയുന്നത്? ഗ്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, വെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ എംപ്ലോയി ഈസ് given the right to apply for share of company against the option granted to him in purchase of employee in pursuance of employee stock option scheme. Vesting. ഓക്കെ, വെസ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 2 years. നമ്മുടെ ഇൻട്രൊഡക്ഷൻ പ്രോബ്ലത്തിൽ വെസ്റ്റിംഗ് പീരീഡ് 3 years ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലത്തിൽ വെസ്റ്റിംഗ് 2.5 ആയിരുന്നു. അതിൽ ഇറ്റ് ഈസ് ദ ടൈം പീരീഡ് ബിറ്റ്വീൻ ദ ഗ്രാൻഡ് ഡേറ്റ് and a date on which all the specified vesting condition of an employee are to be satisfied. അപ്പോൾ ഈ 3 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലത്തിൻ്റെ ഉള്ളിലാവണം എംപ്ലോയീസിനോട് പറഞ്ഞ ചില ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അവർക്ക് ആ റേറ്റ് കൊടുക്കുള്ളൂ. ഓപ്ഷൻ മീൻസ് ദ റൈറ്റ് ബട്ട് നോട്ട് ആൻ ഒബ്ലിഗേഷൻ. അത് നമ്മൾ പറഞ്ഞതാണ്. ഇതൊരു ഓപ്ഷനാണ്, അല്ലാതെ നിങ്ങൾ നിർബന്ധമായിട്ടും അത് പർച്ചേസ് ചെയ്യണം എന്നൊന്നും പറയാൻ കഴിയില്ല. എക്സൈസ് പീരീഡാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം പീരീഡ് ആഫ്റ്റർ വെസ്റ്റിംഗ്. അഥവാ നമ്മൾ വെസ്റ്റിംഗ് പീരീഡ് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 3 വർഷമാണ് എന്ത് വെസ്റ്റിംഗ് പീരീഡ് പറഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ട് 1 വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സൈസ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതുതന്നെയാണ് ഇവിടെ. എക്സൈസ് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞ് നമ്മൾ പല ക്വസ്റ്റ്യനിലും ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലത്തിലും നമ്മൾ 60 ആണ് എന്ത് പറഞ്ഞു? എക്സൈസ് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രിൻസിക് വാല്യൂ, അതുപോലെ ഫെയർ വാല്യൂ, ഈ 2 സാധനമാണ് നമ്മുടെ എക്സൈസ് പ്രൈസ് കാണാനുള്ള 2 ബേസുകളാണ് പറയുന്നത്. ജസ്റ്റ് വായിച്ചു വിടാം. ഓക്കെ, ഒരു PEQ ആണ്. PEQ എന്ന് പറയുമ്പോൾ പാസ്റ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യനാണ്. നോക്കാം. ഇത് സത്യത്തിൽ ഞാനത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു വിടുള്ളൂ, വളരെ സ്പീഡാവും. ദുര ലിമിറ്റഡ്, ഇത് 2017 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മുടെ 2016 സിലബസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. 1500 സ്റ്റോക്ക് ഓപ്ഷനാണ്. അപ്പോൾ നമ്പർ ഓഫ് ഓപ്ഷൻ കിട്ടി, ഡേറ്റ് ഓഫ് ഗ്രാൻഡ് കിട്ടി, അതുപോലെ എക്സൈസ് പ്രൈസ് 50 മനസ്സിലായി. വെസ്റ്റിംഗ് പീരീഡ് 2.5 year ആണ്. ഇപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഏറെക്കുറെ. മാർക്കറ്റ് പ്രൈസ് ഓൺ ദി ഡേറ്റ് ഈസ് 190 പെർ ഷെയർ ആണ്. അപ്പോൾ 190യും അതുപോലെ തന്നെ 50യും തമ്മിലുള്ള വ്യത്യാസമാവും നമ്മുടെ ഏത് പ്രൈസ് വരാം? വാല്യൂ ഓഫ് ഓപ്ഷൻ വരാം. ഓൾ ദ ഓപ്ഷൻ എക്സൈസ് ചെയ്ത ഡേറ്റ് 30/6/2016. വേറെ വേരിയൻ്റ് ഒന്നുമില്ല. ഓപ്ഷൻ ലാപ്സായി പോകുന്നില്ല. ഫേസ് വാല്യൂ ക്വസ്റ്റിൽ ₹10 തന്നിട്ടുണ്ട്. ഇയർ എൻഡിങ് 31st March എവരി ഇയർ ആണ്. നോക്കാം ക്വസ്റ്റ്യനിലെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തൊന്നുകൂടെ എഴുതി. പിന്നെ കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ടു ബി അമോർട്ടൈസ്ഡ് P&L അക്കൗണ്ട്, നമ്പർ ഓഫ് ഓപ്ഷൻ, വാല്യൂ ഓഫ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു 190 മൈനസ് 50 ആണ്. അപ്പോൾ 1500 ഇൻറ്റു 140 അടിച്ചാൽ 2,10,000 വരും. ഈ 2,10,000 നമ്മൾ 3 വർഷമായിട്ട് എന്ത് ചെയ്യണം? അമോർട്ടൈസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നമുക്ക് 84,000 ആവും ഉണ്ടാവുക. ഓക്കെ, കാരണം മറ്റൊന്നുമല്ല, ഇത് ഫുൾ ഇയർ ഉണ്ട്, ഇതും ഫുൾ ഇയർ ഉണ്ട്. പക്ഷേ ഇത് എത്ര മാസമേ ഉള്ളൂ? 6 months ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ 2,10,000. ഇവിടുത്തെ കാൽക്കുലേഷൻ 2,10,000 ഡിവൈഡ് ബൈ 2.5 ഇൻറ്റു 1 ആണ് ഇവിടുത്തെ. സെയിം കാൽക്കുലേഷൻ തന്നെയാണ് ഇവിടെ കാൽക്കുലേഷൻ 2,10,000 ഡിവൈഡഡ് ബൈ 2.5 ഇൻറ്റു 0.5 ആണ് ഇവിടെ വരിക. ഓക്കെ, ജേണൽ എൻട്രി ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 2014 31st March ഇത് തെറ്റിപ്പോയതാണ്. 15 ആണ് ഇവിടെ വരിക. നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ടബിലിറ്റി ESOP ഔട്ട്സ്റ്റാൻഡിങ് എഴുതി. സെയിം ഇയറിൽ തന്നെ P&L അക്കൗണ്ടിലേക്ക് കോമ്പൻസേഷൻ ട്രാൻസ്ഫർ ചെയ്തു. അതേപോലെ തന്നെ പിന്നെയും റെക്കഗ്നൈസ് കോമ്പൻസേഷൻ എക്സ്പെൻസ് 84,000 ആണ്. P&L അക്കൗണ്ടിലേക്ക് സെയിം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു.
2016 ഇതുപോലെ തന്നെ വരുന്ന വ്യത്യാസം 6 മാസത്തിനേ ഉള്ളൂ. അപ്പോൾ 42,000 ആണ് വരിക. ഓക്കെ, അതേപോലെ 2016 എന്ത് ചെയ്ത് എഴുതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എല്ലാ ഓപ്ഷനും എന്ത് ചെയ്യാണ്, എക്സൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാങ്കിലേക്ക് നമുക്ക് എത്ര വരും, 1500 ഇൻറ്റു 50 എക്സൈസ് പ്രൈസ്. ഓക്കെ, 75,000. ESOP ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണോ ഉള്ളത് അത്ര 2,10,000. അപ്പോൾ ഈ 2,10,000 ഇപ്പോൾ ഡെബിറ്റ് ചെയ്യാണ് നമ്മൾ. ഓൾറെഡി ഇത് 3 തവണയായിട്ട് 84,000 പ്ലസ് 84,000 പ്ലസ് 42,000 ആണ് 2,10,000. ഓക്കെ, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫേസ് വാല്യൂ എഴുതി, ബാലൻസ് വേറെ പ്രീമിയമായിട്ട് എഴുതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1,500 ഇൻറ്റു 180. 180 എങ്ങനെ വന്നു എന്ന് വെച്ചാൽ 190യും അതുപോലെ തന്നെ 10ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് വരുന്നത്, സെക്യൂരിറ്റി പ്രീമിയമായിട്ട് വരും. ഈ ഒരു PQ കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഷൻ അവസാനിക്കാം, ഈ പാർട്ട്. ഓക്കെ, PQ2 ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ നിങ്ങൾ. PQ2 2017 8 മാർക്കിന് ചോദിച്ചുള്ളതാണ് ഡിസംബറിൽ. പിന്നെ 2019 ജൂണിലും ഇത് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ: കമ്പനി ഹാസ് ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻറ്റു ഷെയർ ഓഫ് 10 ഈച്ച്. അപ്പോൾ ഫേസ് വാല്യൂ ₹10 ആണെന്ന് മനസ്സിലായി. 1 ഏപ്രിലാണ് ഡേറ്റ് ഓഫ് ഗ്രാൻഡ്. 10,000 എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. 40 ആണ് എക്സൈസ് പ്രൈസ് പറയുന്നത്. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 130 ആണ് പറയുന്നത്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ വാല്യൂ ഓഫ് ഓപ്ഷനായിട്ട് പറയാറ്. ഓപ്ഷൻ എക്സൈസ് ചെയ്തിട്ടുള്ള ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. 2016 ഏപ്രിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത്. ആ വർഷം തന്നെ നിങ്ങൾക്ക് 16 ഡിസംബർ 2016 ടു 15 മാർച്ച് 2017 അഥവാ സെയിം ഫിനാൻഷ്യൽ ഇയറിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ സാധാരണ പറയുന്ന വാല്യൂ ഓഫ് ഓപ്ഷൻ അമോർട്ടൈസ്ഡ് ഓവർ വെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. ഫസ്റ്റ് 1 വർഷം തന്നെ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം നടക്കുന്നത്. എംപ്ലോയി എക്സൈസ്ഡ് ദെയർ ഓപ്ഷൻ 9,500 എന്ത് ചെയ്തിട്ടുള്ളൂ, ഓപ്ഷൻസ് എക്സൈസ് ചെയ്തിട്ടുള്ളൂ. ദ റിമൈനിങ് ഓപ്ഷൻ ലാപ്സ്ഡ്. ദ കമ്പനി ക്ലോസ് ഇറ്റ്സ് ബുക്സ് 31st March എവറി ഇയർ. ഷോ ജേണൽ എൻട്രീസ്. ഇയർ എൻഡിങ്ങും തന്നിട്ടുണ്ട്. ഇവിടെ റിമൈനിങ് ഓപ്ഷൻ ലാപ്സ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ലാപ്സ് ചെയ്യുന്ന ഒരു എൻട്രി വരുന്നുണ്ടോ, എന്താവും, ESOP ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ റിസർവ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു എൻട്രി വരില്ല. ഓക്കെ അല്ലേ, വരാത്തതിന് കാരണമുണ്ട്, 1 വർഷം ഉള്ളൂ, അതുകൊണ്ടാണ് എൻട്രി വരാത്തത്. നോക്കൂട്ടാ, ഇവിടെ ക്വസ്റ്റിൽ വാല്യൂ ഓഫ് ഓപ്ഷൻ കണ്ടെത്തി. എത്രയാ, 90 എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ. 130യും അതുപോലെ 40 തമ്മിൽ ഡിഫറൻസ് ആണ് എന്ത്, 90. 10,000 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഓപ്ഷൻ 9 lakh ആണ്. ഈ 9 lakh ഫസ്റ്റ് വർഷം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ എഴുതാണ്. പക്ഷെ ഇവിടെ സാധാരണ നമ്മൾ ഓപ്ഷൻ ഗ്രാൻഡ് ചെയ്ത ഡേറ്റ് ഇയർ ഫസ്റ്റിലാണെങ്കിലും ബിഗിനിങ് ആണെങ്കിലും നമ്മൾ ഇയർ എൻഡിൽ പോയിട്ടാണ് എന്ത് എഴുതാറ്, ജേണൽ എൻട്രി എഴുതാറ്. പക്ഷെ ഇവിടെ 1 വർഷം കൊണ്ട് തന്നെ എല്ലാം അവസാനിക്കുന്നുണ്ട്. എന്നാണോ ഡേറ്റ് ഓപ്ഷൻ ഗ്രാൻഡ് ചെയ്തത് ആ ഡേറ്റിൽ തന്നെ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. 1/4/2016 തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോയി ജേണൽ എഴുതി. എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ESOP ഔട്ട്സ്റ്റാൻഡിങ് 9 lakh. ഓക്കെ, ഇനി നമ്മൾ ഈ ഇവിടുത്തെ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. 16th ആണ്. ഓക്കെ, മിസ്റ്റേക്കാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 16 ഡിസംബർ 2016 ടു 15 മാർച്ച് 2017 ഉള്ളിലായിട്ട് പലതവണയായിട്ട്. ഓക്കെ, പലതവണയായിട്ടാണ്. പക്ഷെ പലതവണ ഒന്നും നമുക്കിവിടെ എന്തല്ല, പ്രാക്ടിക്കൽ അല്ല. നമുക്കൊരു കാര്യം അറിയാം, 9,500 എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ അവർ എംപ്ലോയീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 40 രൂപ തന്നിട്ട്. ഓക്കെ അല്ലേ, യെസ്, 3,80,000. ESOP ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നമുക്ക് 9 lakh ഉണ്ട്. പക്ഷെ 9 lakh നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യില്ല. കാരണം 9 lakh എത്ര നമ്പർ ഓഫ് ഷെയർസിനുള്ളതാണ്, 10,000 നമുക്കിവിടെ എത്ര ഉള്ളതിൻ്റെ വേണ്ടിയുള്ളൂ, 9,500. ക്ലിയർ? എത്ര കിട്ടി, 8,55,000. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ESOP ഔട്ട്സ്റ്റാൻഡിങ്ങിൽ എത്ര ഉണ്ടായിരുന്നു, 9 lakh ഉണ്ടായിരുന്നു. ഇപ്പം എത്രയാണ് ഡെബിറ്റ് ചെയ്തത്, 8,55,000 ആണ്. ഇനി ഒരു എക്സസ് എമൗണ്ട് എത്ര എടുക്കുന്നുണ്ട്, 45,000 ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇനി ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇതിലൊന്നും ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതാവും. നമുക്ക് പ്രീമിയം, സെക്യൂരിറ്റി പ്രീമിയം ഒക്കെ അറിയാം. ഓക്കെ, ഇനി നമുക്ക് വളരെ
ട്വിസ്റ്റായിട്ട് നോർമലി ക്വസ്റ്റ്യനിൽ കാണാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാം. ഇവിടെ കാണാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് എല്ലാം നടക്കുന്നത്. ആദ്യം നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യട്ടെ. P&L അക്കൗണ്ടിലേക്ക് എത്ര രൂപ ചാർജ് ചെയ്യണം? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത് ആൻസർ ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയും 9 lakh ചെയ്യണം. ഓക്കെ അല്ലേ? സത്യത്തിൽ 9 lakh ചെയ്യണ്ട. ഓക്കെ, ക്ലിയർ? എത്ര ചെയ്യേണ്ടതുള്ളൂ? 8,45,000 ഉള്ളൂ. ഈ എൻട്രി നിങ്ങൾ എഴുതുമ്പോൾ രണ്ടാമത് എഴുതിയാൽ മതി. ഓക്കെ, എനിക്ക് തെറ്റുപറ്റിയുള്ളതാണ്. ശരിക്കും ഇത് രണ്ടാമത് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ലോജിക്കലി കിട്ടും. ശരിക്കും എഴുതേണ്ട എൻട്രി ഫസ്റ്റ് ഇതാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി ഇതാണ്. നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. സെക്കൻഡ് എൻട്രി നത്തിങ് ഗ്രേറ്റ്. തേർഡ് എൻട്രി ഇതാണ്. ഓക്കെ, തേർഡ് എൻട്രി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതിൽ നിങ്ങൾ 9 lakh ക്രിയേറ്റ് ചെയ്തുള്ളത് 10,000 നമ്പർ ഓഫ് ഷെയറും ഓപ്ഷൻ എന്ത് ചെയ്യും? എക്സൈസ് എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ എത്രയേ ഓപ്ഷൻ എക്സൈസ് ചെയ്തിട്ടുള്ളത്? 9,500. അപ്പോൾ ശരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയായിരുന്നു? 8,50,000. പക്ഷെ നിങ്ങൾ എത്ര ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? 9 lakh എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് കോമ്പൻസേഷൻ എക്സ്പെൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതിൽ എക്സസ് ഉള്ള എമൗണ്ടിന് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ എൻട്രി എഴുതിയ എന്തായാലും എഴുതണം. ESOP ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് അപ് ടു എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസ് എമൗണ്ട് ആ 500 ഷെയറിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് എൻട്രി എഴുതിയിട്ട് അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ഇനി നിങ്ങളുടെ എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസിൽ ബാലൻസ് എത്ര? 9 lakh നിന്നും എത്ര പോയി? 45,000 പോയില്ലേ? ഓക്കെ, ദിസ് വൺ സോറി, ഈ 45,000 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 8,45,000. അത്രയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? 45,000 നിങ്ങൾ P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യേണ്ടതുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ESOP ഔട്ട്സ്റ്റാൻഡിങ് 9 lakh അല്ലായിരുന്നു, ക്രെഡിറ്റ് ബാലൻസ് അതിന് നിങ്ങൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അതേപോലെ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഡെബിറ്റ് കൊടുത്തു. അപ്പോൾ അതും എന്ത് ചെയ്ത്? തീരുമാനമായി. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി ഈ സാധനം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മറ്റൊരു മെത്തേഡിൽ ചെയ്യാം. ആ മെത്തേഡ് ഇത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സജസ്റ്റഡ് ആൻസറിൽ പറയുന്ന പ്രകാരമാണ് ഈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ സജസ്റ്റഡ് ആൻസറിൻ്റെ മെത്തേഡ് ഏതാണോ അതാണ് മെത്തേഡ്, അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. ഓക്കെ, നോക്കൂ. എംപ്ലോയീസ് കോമ്പൻസേഷൻ എക്സ്പെൻസ് നമുക്കറിയുന്ന പോലെ 8,50,000 തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? റെക്കഗ്നൈസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അടുത്ത നോർമൽ എൻട്രി അതുപോലെ തന്നെ എഴുതുന്നു. പ്രശ്നങ്ങളോ മാറ്റങ്ങളോ ഒന്നുമില്ല. ലാസ്റ്റ് നിങ്ങൾ എംപ്ലോയി കോമ്പൻസേഷൻ P&L അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ കുറച്ച് എൻട്രികളൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എൻട്രി എഴുതിയിരുന്ന ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇത് ഫോളോ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നില്ല. ശരിയായ രീതി അതാണ്. കാരണം നമുക്ക് ഒരിക്കലും 1/4/2016 എത്രയാണോ ഓപ്ഷൻ ഭാവിയിൽ എക്സസൈസ് ചെയ്യുക എന്നൊരിക്കലും അറിയില്ല. അപ്പം നമുക്ക് ഏത് മെത്തേഡേ പറ്റുള്ളൂ, ആ മെത്തേഡേ പറ്റുള്ളൂ. ഞാൻ ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും ഒരു കണക്ഷൻസ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. ഓക്കെ, ഇതോടുകൂടെ നമ്മുടെ സെക്ഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ഇനി വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ ഡിസ്കഷൻസും ഏരിയയൊക്കെ ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. വലിയ നൂലാമാലകളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഡിയുടെയും ഇയുടെയും നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരാം? PDF ആയിട്ട് അത് അയച്ചു തരാം. അതുപോലെ തന്നെ പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ 50% നോട്ടും പ്രിപ്പയർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യനൊക്കെ ബേസ് ചെയ്ത് സ്റ്റഡി മെറ്റീരിയൽ അതുപോലെ വർക്ക് ബുക്ക് ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പഠനത്തെ അത് എന്ത് ചെയ്യും? ഒന്നുകൂടെ സുഗമമാക്കാൻ കാരണമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ.